പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കളിക്കാൻ പോവാണ് റെസിഡൻറ്റ് ഈവിൽ 2. ഈ ഗെയിമിലില്ലേ ഫുള്ള് സോംബീസാണ് കേട്ടോ. ഒരു സോംബി ടൈപ്പ് ഗെയിമാണ്. ഇതിൽ നമുക്ക് അത്യാവശ്യം ഒരു ഹൊറർ ഫീലൊക്കെ കിട്ടും. ഈ ഗെയിമിൻ്റെ സ്റ്റോറി പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. അത് ഈ ഗെയിം കളിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഗെയിം അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, ഇവിടെ അങ്ങനെ നമ്മുടെ ഗെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇതെന്താ സാധനം? ഓ, ബർഗറാണ് കേട്ടോ. ചിക്കൻ ബർഗർ, വെജ് ബർഗർ, ബീഫ് ബർഗർ. ഏതാ ഫ്ലേവർ? കണ്ടിട്ട് ബീഫ് ബർഗറാന്ന് തോന്നുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ. ഇവിടെ ഒരാൾ ബർഗറൊക്കെ കഴിച്ച് വണ്ടി ഓടിക്കാണ്. റേഡിയോയിൽ പിന്നെ എന്തൊക്കെയോ പറയണ്ട കേട്ടാ. എന്താന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇവിടെ പിന്നെ പുറത്ത് ഭയങ്കര മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് റേഡിയോയിൽ തീരെ സിഗ്നൽ കിട്ടണില്ല. മറ്റേ കെ സൗണ്ട് വരിക. അയാൾക്ക് ചിലപ്പോൾ ആ സൗണ്ടില്ലേ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് ആള് ആ റേഡിയോ ഓഫ് ചെയ്തു. ഇയാൾ ഒരു ടാങ്കർ ലോറിയാണ് ഓടിക്കണേ. മിക്കവാറും അതിൻ്റെ അകത്ത് പെട്രോളാവും. പെട്രോള് അല്ലെങ്കിൽ ഡീസൽ. ഇയാൾക്കെന്താ ഉറക്കം വരണ്ട. ഒരു മിനിറ്റ്, മുമ്പിലൊരു പെണ്ണ് നിൽക്കണ്ടായിരുന്നു, അതിനെ ഇടിച്ചിട്ടു. ഇയാൾ ബോധമല്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് ഒരു പെണ്ണിനെ പോയിട്ട് ഇടിച്ചിട്ടു. ആ പെണ്ണ് മിക്കവാറും മരിച്ചിട്ടുണ്ടാവും. ജീവനോടെ വരാനായിട്ട് ഒരു ചാൻസും ഇല്ല, കാരണം നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. വണ്ടിയിൽ പിന്നെ ഫുൾ ചോരയാണ് കേട്ടാ. ഇയാളിപ്പോൾ എന്തിനാ വണ്ടിയിൽ നിന്ന് ഇറങ്ങണേ? ആ പെണ്ണ് മരിച്ചു. നോക്കിയിട്ട് ഒരു കാര്യമില്ല. ആ പെണ്ണ് മരിച്ചു. താനൊരു മർഡർ ചെയ്തു. അതിനുള്ള ശിക്ഷ തനിക്ക് കിട്ടിയിരിക്കും. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യുക? ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. വണ്ടി എടുത്തിട്ട് പോവാൻ നോക്ക്, അതായിരിക്കും നല്ലത്. ഒരു മിനിറ്റ് ഏട്ടാ, ആ പെണ്ണ് സോംബിയായിട്ട് മാറി. മിക്കവാറും അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ ക്ലെയർ ആണ് കേട്ടാ. ഈ ക്യാരക്ടറിൻ്റെ പേരാണ് ക്ലെയർ. ഈ ഗെയിമിൽ 2 ക്യാരക്ടേഴ്സ് ഉണ്ട് കേട്ടാ. ഒരെണ്ണം ലിയോണും പിന്നെ ക്ലെയറും. നമുക്ക് 2 ആൾക്കാരുടെ സ്റ്റോറി മോഡ് കളിക്കാൻ പറ്റും. ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് ക്ലെയറിൻ്റെയാണ്. നമുക്ക് ആദ്യം ക്ലെയറിൻ്റെ ഫിനിഷ് ചെയ്യാം, എന്നിട്ട് പറ്റിങ്ങ് ലിയോണിൻ്റെയും കളിക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഈ പെണ്ണില്ലേ ഒരു പെട്രോൾ പമ്പിലേക്ക് വന്നേക്കാ. ചില പെട്രോൾ പമ്പിൽ ഈ ഫോം വിളിക്കുന്ന സംവിധാനം ഉണ്ടാവും. ഈ പെണ്ണപ്പോൾ ആരുടെ അടുത്തോ ഫോം വിളിക്കായിരുന്നു. അന്നേരം അവിടെ എന്തൊരു സൗണ്ട് കേൾക്കും. മുമ്പിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, അവിടെ നിന്ന് ഒരു സൗണ്ട് വരും. എനിക്ക് തോന്നുന്നത് അതിൻ്റെ അകത്ത് സോംബീസ് ഉണ്ടാവുന്ന. എന്തൊട്ടായാലും നമുക്കൊന്ന് ചെന്ന് നോക്കി നോക്കാം. എൻ്റെ കയ്യിൽ പിന്നെ വെപ്പൺസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ഉണ്ട്, എൻ്റെ കയ്യിൽ ഒരു വെപ്പൺ ഉണ്ട്. മിക്കവാറും വല്ല പിസ്റ്റലാവും. ഇവിടെ പിന്നെ ഒരു പോലീസിൻ്റെ വണ്ടി ഉണ്ട്. വണ്ടി ഓണാക്കി ഇട്ടേക്കാണ് കേട്ടാ. എനിക്ക് തോന്നണതേ ഇപ്പോൾ തന്നെ ആരെങ്കിലും വന്നിട്ടുണ്ടാവുമെന്ന്. നമുക്കപ്പോൾ അകത്തേക്ക് കയറി നോക്കി നോക്കാം. ഹലോ, ആരില്ല ഇവിടെ? ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യന്മാർ ആരെങ്കിലും ഉണ്ടോയെന്നാണ്. ഇവിടെ ഇഷ്ടംപോലെ സോംബീസ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അടിയിൽ പിന്നെ ഒരു ടോർച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് എടുക്കാം. ഹലോ, ആരില്ല ഇവിടെ? ഈ പെണ്ണ് എത്ര നേരം ഹലോ ഹലോ എന്ന് പറയണത്? ഒരാൾ പോലും വിളി കേൾക്കണില്ല. ഇൻവെസ്റ്റിഗേറ്റ് ദ സ്റ്റോർ. ഓക്കെ, ഈ സ്റ്റോറൊന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ് പറയണേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും കാണാനില്ല. മുമ്പിൽ കുറേ ഡോണറ്റ്സൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ എന്നത്തേണാവോ? നമുക്ക് എങ്ങോട്ടേക്ക് പോകണ്ടേ? ഈ സൂപ്പർ മാർക്കറ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഇവിടെ സോഡ, കോഫി, വൈന്. ഒരു മിനിറ്റ്, ഇവിടെ ഒരാളുണ്ടല്ലോ. ഇയാൾക്ക് സോംബിയുടെ നിന്ന് കടി കിട്ടിയെന്നാണ് തോന്നണേ. ഇൻഫെക്റ്റഡായി. നമ്മളോട് അങ്ങോട്ടേക്ക് പോവാനും പറയുന്നുണ്ട്. അവിടെ എന്തുട്ടുള്ള നോക്കി നോക്കാം. ആരോ ഡോറടിച്ചല്ലോ. അയാൾ ഡോറടിച്ചാ? ഇത് എന്തൊട്ട് പണി കാണിച്ചേ? ഇനിയിപ്പോൾ എങ്ങനെ പുറത്തേക്ക് പോവുക? പുറത്തേക്ക് പോകാനായിട്ട് വേറെ വഴിയുണ്ടാവും. ഇവിടെ എന്തുട്ടുള്ള? അവിടെ ഒരു പോലീസുകാരനുണ്ട് കേട്ടാ. അപ്പുറത്തൊരു സോംബിയുണ്ട്. ശരി എന്നാ, അയാളുടെ കാര്യത്തിലും ഒരു തീരുമാനമായി. എൻ്റെ പൊന്നെ, അവൻ്റെ അതൊക്കെ പറിച്ചെടുത്തല്ലോ. അവൻ്റെ കഴുത്തൊക്കെ പറിച്ചെടുത്തു. ഇവിടെ ഇപ്പോൾ സീനാണ് കേട്ടാ. നമ്മുടെ കയ്യിൽ പിന്നെ ഗണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇയാളെങ്ങ് തീർത്തളയാം. ചാവട അങ്ങോട്ട്. ഓക്കെ, ഈ പെണ്ണിൻ്റെ കയ്യിൽ പിന്നെ ഒരു റിവോൾവറുള്ള.
അത് റീലോഡ് ആവാനായിട്ട് കുറേ ടൈം എടുക്കും. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, അവിടെ ഒരു താക്കോലുണ്ട്. നമുക്ക് ഈ താക്കോലും എടുക്കാം. ഇത് എന്തിൻ്റെ താക്കോലാണോ? അവിടെ പിന്നെ കുറച്ച് ഫോട്ടോസ് ഉണ്ടായിരുന്നു, അതങ്ങ് നൈസായിട്ട് ഇഗ്നോർ ചെയ്തേക്ക്. ഇനിയിപ്പോൾ എങ്ങോട്ടേക്ക് പോകണ്ടേ? നേരെ പോകാൻ പറ്റില്ല. ഇവിടെ ഒരു റൂമുണ്ട് കേട്ടാ. നമുക്ക് ഈ റൂം തുറന്നു നോക്കാം. ഈ റൂമിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. തോക്കിൻ്റെ ബുള്ളറ്റ് കിട്ടിയാൽ മതിയായിരുന്നു. നമ്മുടെ കയ്യിൽ ബുള്ളറ്റ് ഇല്ല. അയ് ശരി, ഇത് അങ്ങോട്ടേക്ക് തന്നെ എത്തിയല്ലോ. ഓ, ഇവിടെ നിറച്ച് സോംബീസാ. നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് പോവാം, അതായിരിക്കും നല്ലത്. നമ്മുടെ തോക്കിലാണെങ്കിൽ അധികം ബുള്ളറ്റ്സ് ഇല്ല, ഇവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. ഓ, നമ്മുടെ ലിയോൺ വന്നുട്ടാ. എന്നെ വെടിവെക്കല്ലേ? ഓ, ബാക്കിൽ സോംബി ഉണ്ടായിരുന്നു, അതിനെ വെടിവെച്ചേ. നമുക്കപ്പോൾ കൂട്ടിന് ഒരാളെന്നെ കിട്ടി. ഇനി ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. പക്ഷെ എൻ്റെ പൊന്നോ, ഇവിടെ നിറച്ച് സോംബീസ് ആണല്ലോ. നമ്മുടെ തോക്കിലാണെങ്കിൽ അധികം ബുള്ളറ്റ്സും ഇല്ല, ഇവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാനും പറ്റില്ല. ഇവനെ നേരത്തെ വെടിവെച്ചിട്ടതല്ലേ. ഇവിടെ ഇപ്പോൾ ആകെ സീനായിക്ക. മുമ്പിൽ പിന്നെ ഒരു വണ്ടി ഉണ്ടല്ലോ, അതിൽ കയറി വേഗം രക്ഷപ്പെടാം. ഫൈറ്റ് ചെയ്യാൻ നിന്നാൽ ശരിയാവില്ല. ലെറ്റ്സ് ഗോ. ഈ സോംബീസിനെ അങ്ങ് ഇടിച്ചിടായിരുന്നു, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അവരെങ്ങനെ വണ്ടി എടുത്ത് രക്ഷപ്പെട്ടു. എന്നാലും എന്താല്ലേ, ഒരു മിനിറ്റെങ്കിലും അവിടെ നിന്നിരുന്നെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവും. നമ്മൾ കറക്റ്റ് ടൈമിൽ രക്ഷപ്പെട്ടു. ഈ ലിയോണില്ലേ, ലിയോണ് ഒരു പോലീസുകാരനാ. ഈ ക്ലെയർ പോലീസല്ല, പക്ഷെ അവളുടെ ചേട്ടൻ പോലീസിലാ. ഈ ക്ലെയർ ശരിക്ക് അവളുടെ ചേട്ടനെ കാണാനാണ് ഈ സിറ്റിയിലേക്ക് വന്നത്. അവൾക്ക് ഈ കാര്യമൊന്നും അറിയണ്ടായിരുന്നില്ല, ഈ സിറ്റിയിൽ നിറച്ച് സോംബീസാന്ന്. ഈ പെണ്ണിപ്പോൾ ഇവിടെ ശരിക്കും പെട്ടുപോയി. ഓക്കെ, ഇവരിപ്പോൾ ഇവിടെ സിറ്റിയിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഈ സിറ്റിയുടെ പേരാണ് റെക്കൂൺ സിറ്റി. ഇവിടെയാണ് സോംബി വൈറസ് വന്നത്. നമ്മളോടേക്ക് റെക്കൂൺ സിറ്റി പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞേക്കാണ് കേട്ടോ. ഈ സിറ്റിയിലിപ്പോൾ എന്തായാലും കുറച്ച് സർവൈവേഴ്സ് ഉണ്ടാവില്ലേ, അവർ റെക്കൂൺ സിറ്റിയിലത്തെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് പറയണേ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ ഇപ്പം മുമ്പിൽ വഴി നിന്നേക്കാം. ഇവിടെ നിന്ന് വണ്ടി എടുത്ത് പോകാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് നടന്ന് പോകേണ്ടി വരും. ഒരു മിനിറ്റ്. അവിടെ 2 സോംബീസ് ഒരാളെന്നെ കടിച്ച് തിന്നോണ്ടിരിക്കുക. അയ്യോ, അവർ നമ്മളെ കണ്ടു. ആ, ഇവിടെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞൂട്ടാ. എല്ലാ സോംബീസും നമ്മളെ വളഞ്ഞേക്കാ. എടാ, റിവേഴ്സ് എടുക്ക്. ഒരു മിനിറ്റ്, ബാക്കിൽ ഒരു ട്രക്ക് വരുന്നുണ്ടല്ലോ. ആ, ഇതാ മറ്റേ നേരത്തെ കണ്ട ട്രക്ക്, ഗെയിമിൽ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ. ഇയാൾക്ക് കടി കിട്ടിയിട്ടാ. ആ സോംബി മിക്കാരും കടിച്ചിട്ടുണ്ടാവും. ഇവിടെ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനും പറ്റണില്ല, ഈ സോംബീസൊക്കെ മൊത്തം വളഞ്ഞേക്കാ. ആ ട്രക്ക് ഇപ്പം നമ്മളെ വന്ന് ഇടിക്കും. ഇവിടെ ഇപ്പം എന്താ വലിയ കാര്യമായിട്ട് സംഭവിക്കാൻ പോവാ. ഓ, അതൊരു ടാങ്കർ ലോറി ആയിരുന്നു, അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ലീക്കാവുണ്ടാവും. അയ്യോ, നമ്മുടെ വണ്ടിയിൽ നിന്ന് പെട്രോൾ ലീക്കാവുണ്ട്. ക്ലെയറെ, വേഗം ഓടി രക്ഷപ്പെട്ടോ. ആ, ലിയോൺ എവിടെയാ? ലിയോൺ എൻ്റെ അടുത്തുണ്ടായിരുന്നില്ലേ? ആ ടാങ്കർ ഇപ്പോൾ കൂട്ടിയിരിക്കും. അവിടെ നടു ഒടിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഒന്നും പറ്റിയില്ല. ഈ ലിയോൺ എവിടെയാ? ലിയോൺ ഓടി രക്ഷപ്പെട്ടാ? ഓടി രക്ഷപ്പെട്ട നന്നായനെ. അവൻ ചാവൊന്നുമില്ല. ആ, ലിയോൺ വിളിക്കണട്ടാ. ലിയോൺ ഒന്നും സംഭവിച്ചില്ല. ഇനിയിപ്പോൾ എന്തൊരു ചെയ്യാ? ലിയോണിൻ്റെ അടുത്തേക്ക് എങ്ങനെ പോവാ? ഇവിടെ ലിയോണിൻ്റെ അടുത്തും നിറച്ച് സോംബീസാ. ക്ലെയറിൻ്റെ അടുത്തുണ്ടാവും. ഓക്കെ, ലിയോണോട് സ്റ്റേഷനിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അവിടെ വെച്ച് കാണാമെന്ന്. നമുക്കപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പോവാം. ഇവിടെ പിന്നെ നിറച്ച് സോംബീസാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മുടെ ഗണ്ണിൽ ബുള്ളറ്റ്സ് ഇല്ല, ഇവരായിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റില്ല. അല്ല, ഇതന്നെയല്ലേ വഴി? എനിക്ക് വഴി തെറ്റിട്ടൊന്നുമില്ലല്ലോ. ആ, ഇതന്നെയാ. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും പോലീസ് സ്റ്റേഷൻ. പുറത്ത് കുറേ പോലീസിൻ്റെ വണ്ടികളുണ്ട്.
നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ ഗേറ്റ് അങ്ങ് അടച്ചിടാം. ഈ സോംബിസിന് പിന്നെ എന്തായാലും അകത്തേക്ക് കയറാൻ പറ്റില്ല എന്ന് വിചാരിക്കണം. ഈ ഗേറ്റ് പിന്നെ ഇരുമ്പിൻ്റെ ഗേറ്റാ, അവർക്ക് പെട്ടെന്ന് അങ്ങോട്ട് പൊളിച്ചളയാൻ പറ്റില്ല. അവർ കുറേ ശ്രമിക്കുന്നുണ്ട്, എനിക്ക് തോന്നണില്ല അവരെ കൊണ്ട് പൊളിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതാണ് പോലീസ് സ്റ്റേഷൻ. നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം. അകത്ത് ആരെങ്കിലും ഉണ്ടോ? ഇവിടെ എനിക്ക് ആരെയും കാണാനില്ല. എക്സ്പ്ലോർ യുവർ സറൗണ്ടിങ്സ്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇവിടെയും എനിക്ക് ആരെയും കാണാനില്ല. എനിക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് സ്പ്രേ ഒക്കെ കിട്ടി. ഇവിടെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് കേട്ടോ, നമുക്കത് എടുക്കാം, ആവശ്യം വരും. ഇവിടെ വേറെ ഒന്നിട്ടുള്ളത്. ഒരു മിനിറ്റ്, അവിടെ ഒരു വഴിയുണ്ട്. ഇതെങ്ങനെ തുറക്കുക? ഇവിടെ ഒരു ബോക്സൊക്കെ ഉണ്ട്. ഈ ബോക്സ് എങ്ങനെയാണോ തുറക്കുക? ഇവിടെ പിന്നെ മുമ്പിൽ ഒരു സ്റ്റാച്ചു ഉണ്ട്. ഇവിടെ എന്തോ കാണിക്കണ്ടല്ലോ, ഇതൊന്നിട്ട് സംഭവം. 3 റിങ് ഉണ്ട്. എനിക്ക് തോന്നണതേ അവിടെ നമുക്ക് എന്തോ വെക്കണമെന്ന്. എന്തിട്ടാണോ വെക്കേണ്ടത്? നമുക്കിവിടെ മേലെ കയറി പോവാം. ഇവിടെ പക്ഷെ എനിക്ക് സോംബീസിനൊന്നും കാണില്ല കേട്ടാ, അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇവിടെയും എന്തോ ഒരു പസിലെ പോലത്തെ സംഭവം ഉണ്ട്, അതും നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇതിൻ്റെ ബാക്കി പാർട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം.